നമസ്കാരം. രാവിലെ തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാലക്കാടും ചേലക്കരയും വയനാടും ആർക്കൊപ്പം? കേരളം കാത്തിരിക്കുന്ന വിധി നാളെ അറിയാം. മൂന്നിടത്തും ആത്മവിശ്വാസത്തിൽ UDF. പാലക്കാട് താമര വിരിയുമെന്ന് BJP. CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന്. ദേശീയ രാഷ്ട്രീയത്തിലും നാളെ നിർണായക ദിനം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ആരെന്നറിയാം. എക്സിറ്റ് പോൾ ഫലത്തിന്റെ ആത്മവിശ്വാസത്തിൽ BJP. മലപ്പുറത്ത് വൻ സ്വർണ്ണ കവർച്ച. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് കവർന്നത് 3.5 കിലോ സ്വർണം. കവർച്ച നടത്തിയത് കാറിലെത്തിയ സംഘം. വാർഡ് വിഭജനത്തിൽ തൃശൂർ LDF-ൽ പൊട്ടിത്തെറി. CPI-യുടെ സിറ്റിംഗ് ഡിവിഷൻ കൃഷ്ണാപുരം ഇല്ലാതായി. അതൃപ്തി പരസ്യമാക്കി CPI കൗൺസിലർ. മുനമ്പത്ത് നിർണായക യോഗം ഇന്ന്. മന്ത്രിമാരും വഖഫ് ബോർഡ് പ്രതിനിധികളും പങ്കെടുക്കും. റവന്യൂ അവകാശങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുനമ്പം നിവാസികൾ. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും നിർണായകം. ആദ്യ മത്സരം ഓസ്ട്രേലിയയിലെ പെർത്തിൽ. വെല്ലുവിളികൾ മാറാതെ വയനാട് പുനരധിവാസം. എസ്റ്റേറ്റ് ഉടമകളുടെ കോടതി വ്യവഹാരം സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കലിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നത് ഹാരിസൺസ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ. വിശദമായ വാർത്തയിലേക്ക്. എല്ലാം നാളെ അറിയാം. ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെയാണ്. ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പാലക്കാടിനൊപ്പം ചേലക്കരയും പോരും എന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. സിറ്റിംഗ് സീറ്റിനൊപ്പം പാലക്കാട് അട്ടിമറി മോഹം LDF-ലും സജീവമാണ്. പാലക്കാട് വിജയം പ്രവചിച്ച് സോഷ്യൽ മീഡിയകളിൽ BJP ആഘോഷവും തുടങ്ങിക്കഴിഞ്ഞു. ചേലക്കരയിൽ ബൂത്ത് തല കണക്കുകൾ കൂട്ടി സിറ്റിംഗ് സീറ്റിൽ വിജയം ഉറപ്പിക്കുകയാണ് ഇടതുമുന്നണി. അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷ UDF-നുണ്ട്. ചേലക്കര കൈവിട്ടാൽ സർക്കാരും CPM-ഉം പ്രതിരോധത്തിലാവുകയും ചെയ്യും. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം ശ്രീജിത്താണ് പാലക്കാട് നിന്നും ചേരുന്നത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് പെട്ടിയിലായി ഒരുപാട് ദിവസങ്ങൾക്കകം തന്നെ ഫലം അറിയാമെന്നുള്ളതാണ്. എന്താണ് ഈ കൂട്ടിക്കിഴിക്കലുകളുടെ ദിവസങ്ങൾ, മണിക്കൂറുകളാണല്ലോ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്താണ് ഒടുവിലത്തെ ചിത്രം? അശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും പാലക്കാടാണ് ഏറ്റവും വലിയ കൗതുകമായി അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. കൂട്ടിക്കിഴിക്കലുകൾ എല്ലാ മുന്നണികളും സ്വന്തം നിലയ്ക്ക് നടത്തുന്നു എന്നുള്ളതാണ് പാലക്കാടിന്റെ ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായ ഒരു കണക്ക് പുറത്തുവിടാറുണ്ട്, എത്ര ശതമാനമാണ് ഓരോ ബൂത്തിലും പോളിംഗ് നടന്നത് എങ്ങനെയെന്നൊക്കെയുള്ളത്. പക്ഷെ അത് പുറത്തു വരാതെ വന്നതോടെയാണ് സ്വന്തം നിലയിൽ ഓരോ മുന്നണികളും കണക്കുകൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം വന്നത്. പ്രത്യേകിച്ച് ആദ്യം BJP ഒരു സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറിയത്. അതായത് കോൺഗ്രസ് അവിടെ മൂന്നാമത് പോകുമെന്നും BJP ഒന്നാമതെത്തും എന്നും. ആ ഒരു സുരേന്ദ്രന്റെ ആത്മവിശ്വാസം അക്ഷരാർത്ഥത്തിൽ UDF ക്യാമ്പിന് അല്പം അങ്കലാപ്പിലായിരുന്നു. നഗരസഭയിൽ വോട്ട് കൂടി എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു BJP ചൂണ്ടിക്കാണിച്ചത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം വലിയ രീതിയിൽ വോട്ട് കൂടി എന്നുള്ളത്. പക്ഷേ പിന്നീട് അന്ന് രാത്രി മുഴുവൻ ബൂത്തുകളിൽ നിന്നുള്ള കണക്ക് എന്ന നിലയിൽ UDF അവതരിപ്പിച്ചത് മറ്റൊരു കണക്കാണ്. അത് നഗരസഭയിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളതും മറ്റു പലയിടത്തും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളാണ് വോട്ട് കുറഞ്ഞത് എന്ന ഒരു മറുപടി പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരുന്ന കാഴ്ചയാണുള്ളത്. എന്തായാലും LDF-ഉം മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പിരായിരി, മാത്തൂരിലും കണ്ണാടിയിലും വലിയ മുന്നേറ്റം, ഏതാണ്ട് 4500-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു. പിരായിരിയിൽ UDF പിന്നോട്ട് പോകുമെന്നും LDF-ഉം ഒരു പരിധിവരെ, അതായത് BJP കാര്യമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് ഇത് ആകെ കുഴഞ്ഞൊരു കണക്കുകൂട്ടലായി മാറുന്നത്. സ്വന്തം കണക്കാണ് ശരിയെന്ന് എല്ലാ മുന്നണികളും വാദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്ത് വൈസുള്ള ഒരു
കണക്ക് പുറത്ത് വിടാതെയും ഇരുന്നു എന്നുള്ളതാണ്, ഇതുവരെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു വളരെ വ്യക്തമായ കൃത്യമായ കണക്കുകൂട്ടലിലേക്ക് എത്താൻ മുന്നണികൾക്ക് കഴിയാത്തൊരു സാഹചര്യമുള്ളത്. എല്ലാവരും സ്വന്തം പാർട്ടിയുടെ ബൂത്തിൽ നിന്നുള്ള കണക്ക് എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന കണക്കിൽ ഏതോ ഒരു കണക്കിൽ പിഴവുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. എന്തായാലും പൊതുവെ ഉപതെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിട്ടുള്ള ഒരു വോട്ട് ശതമാനം, വയനാട്ടിലടക്കം കുറഞ്ഞിട്ടുള്ള ഒരു വോട്ട് ശതമാനം പോലെ പാലക്കാടും ഏതാണ്ട് 3-4% വരെ വോട്ട് ഉണ്ട് എന്നുള്ളത് എല്ലാ മുന്നണികളും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് ആരുടെ വോട്ടാണ് കുറഞ്ഞത്, എവിടെയാണ് കുറഞ്ഞത്, ആരോടാണ് ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നത്, ആരുടെ പ്രതീക്ഷകളാണ് ഇല്ലാതാകുന്നത്, ഇതൊക്കെ അറിയാൻ നാളെ ഏറ്റവും കുറഞ്ഞത് രാവിലെ ഒരു 9-9:30 മണി വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. നഗര വോട്ടുകളിൽ ഏതാണ്ട് 10,000 വരെ ഭൂരിപക്ഷമുണ്ട്. ഏതാണ്ട് 103-104 ബൂത്ത് വരെ നഗരത്തിലെ ബൂത്തുകളാണ്. 180 ബൂത്തുകളിൽ ഭൂരിപക്ഷവും നഗരത്തിലെ വോട്ടുകളാണ്. അവിടെയും BJPയുടെ ശക്തി കേന്ദ്രവും അതല്ലാതുള്ള ശക്തി കേന്ദ്രങ്ങളും ഒക്കെയുണ്ട്. ഇതിങ്ങനെ എണ്ണിപ്പോകുമ്പോൾ BJPക്ക് വലിയൊരു ഭൂരിപക്ഷം, നേരത്തെ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു 9,000 അല്ലെങ്കിൽ 10,000 ഭൂരിപക്ഷം ഇല്ല എങ്കിൽ BJPയുടെ പ്രതീക്ഷകൾ പിന്നെ അസ്ഥാനത്താണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ UDFന് പ്രതീക്ഷിക്കാനും ഇടതുമുന്നണിക്കടക്കം പ്രതീക്ഷിക്കാനുമുള്ള ഘടകങ്ങൾ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. എന്തായാലും സസ്പെൻസ് നിറഞ്ഞ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഫലമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ ആദ്യത്തെ ഒരു 2-3 റൗണ്ട് കഴിയുന്നതോടുകൂടി തന്നെ എന്താണ് പാലക്കാടിന്റെ ചിത്രം എന്നുള്ള സൂചനകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അശ്വതി, ശ്രീജിത്ത്, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കൗതുകം ശ്രീജിത്ത് ആദ്യം പറഞ്ഞ ആ വാക്ക് തന്നെയാണ് യോജിക്കുന്നത്. കാരണം തുടക്കം മുതലേ ഓരോ വിഷയങ്ങൾ, ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ജനങ്ങളിലേക്ക് അത് എങ്ങനെ എത്തി എന്നുള്ളതാണ്. ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധമാണ് കേരളം എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. മുന്നണി വിട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി വരെ എത്തിയ പാലക്കാട് ഏതൊക്കെ രീതിയിൽ അത് വോട്ടാകും എന്നുള്ളത് കൂടി ചർച്ചയാകുന്നില്ല അവിടെ. തീർച്ചയായും അശ്വതി, അവിടെയും ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം അത്രയധികം വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പാലക്കാടിന്റെ പ്രത്യേകത. എല്ലാവരും അവരവരുടെ രാഷ്ട്രീയം അതിശക്തമായി പറഞ്ഞു. അത് 3 മുന്നണികൾക്കും അത്രത്തോളം ശക്തമായ സ്പേസ് കിട്ടി പറയാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് BJP പോലും അതിശക്തമായി അവരുടെ രാഷ്ട്രീയം പറയുന്നു. മുനമ്പം പോലെ ജനങ്ങളെ ബാധിക്കുന്ന, മുനമ്പത്താണ് നടക്കുന്നതിൽ പോലും സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ ചിന്തകൾ വരുന്ന പല വിഷയങ്ങളും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കർഷകരുടെ ഭൂമിയാണ് പാലക്കാട്. അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ UDFനും കഴിഞ്ഞിട്ടുണ്ട്. ട്രാക്ടർ റാലി പോലെയുള്ളവ അതിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെല്ലാം നിൽക്കുമ്പോഴാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതാണ് സ്വാഭാവികമായൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് BJPയും കോൺഗ്രസും അവിടെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അത് ആർക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പിന്നീട് സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായ രാഹുലിനോട് കോൺഗ്രസിനുള്ള എതിർപ്പുകൾ ഏതാണ്ട് മാറി വന്നതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലും അടിത്തട്ടിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ? C കൃഷ്ണകുമാറിനെതിരെ പല വികാരങ്ങളും BJP പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ പല ഭിന്നതകളും ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം ബാധിക്കും? ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പാലക്കാട്. ഏതൊക്കെ ഫാക്ടറുകളാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും വന്ന് ആ ബൂത്ത് തലത്തിലുള്ള റിസൾട്ട് കൂടി വന്നാൽ മാത്രമേ നമുക്ക് അവലോകനം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുവരെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം വെറും കണക്കുകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ മുന്നണികൾ അവതരിപ്പിക്കുന്ന കണക്കുകളിലും അത്രത്തോളം നമുക്ക് പൂർണ്ണമായും ഏതെങ്കിലും ഒരു മുന്നണിയെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷവുമല്ല ഉള്ളത്. അശ്വതി, ശരി. ശ്രീജിത്താണ് പാലക്കാടിന്റെ കൂട്ടിക്കിഴിക്കലുകളുടെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ചേലക്കരയിലേക്ക് പോകാം. ചേലക്കരയിൽ നിന്നും VV അരുണാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇടത് കോട്ട പൊളിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ UDF നിൽക്കുമ്പോൾ വിട്ടുതരില്ല എന്ന മനോഭാവത്തിൽ LDFും അവിടെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ വലിയ രീതിയിൽ കൊടുമ്പിരി കൊണ്ട പ്രചാരണമായിരുന്നു. ഈ നാളെ വോട്ടെണ്ണാനിരിക്കെ ഏത് രീതിയിലാണ് അവിടെ മുന്നണികൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്? ചേലക്കര ഇടതുമുന്നണിക്ക് CPMന് അത്രയധികം സ്വാധീനമുള്ളൊരു മേഖലയാണ്. പക്ഷേ ഇത്തവണ ചേലക്കരയെ വ്യത്യസ്തമാക്കിയത് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് അവിടെ നടത്തിയ പ്രചരണത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരിക്കലും ചേലക്കര കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രചരണമാണ് കോൺഗ്രസ് നടത്തിയത്. അത് അവരുടെ എല്ലാ ബൂത്തുകളിലും ആ രീതിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുമതല നൽകി പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി അങ്ങനെ വളരെ ശക്തമായ ഒരു പ്രചരണം ചേലക്കരയിൽ കാഴ്ചവെക്കാൻ UDFന് സാധിച്ചു. വലിയ പ്രതീക്ഷ അവർക്ക് നൽകാൻ കാരണം ആലത്തൂരിൻ്റെ മുൻ MP ആണ് രമ്യ ഹരിദാസ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഉൾപ്പെട്ട നിയമസഭാ നിയോജക മണ്ഡലമാണ് ചേലക്കര. അതുകൊണ്ട് തന്നെ അവിടെ എന്തോക്കെ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം ചിന്തിച്ചു, തിരിച്ചറിഞ്ഞു. അത് മുതലാക്കാനുള്ള പ്രചരണമാണ് അവിടെ പ്രധാനമായും അവർ നടത്തിയത്. ഭരണവിരുദ്ധ വികാരം
ഏറ്റവും ശക്തമായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായി ആഞ്ഞടിക്കാൻ പോകുന്നത് ചേലക്കരയാണെന്നാണ് UDFിൻ്റെ അവകാശവാദം. അതുകൊണ്ട് അതിലൂന്നിയായിരുന്നു അവിടുത്തെ പ്രചരണം. മറ്റ് പാലക്കാടുണ്ടായതുപോലെ വലിയ കാര്യമായ വിവാദങ്ങളൊന്നും ചേലക്കര ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. പ്രചരണത്തിൻ്റെ ആവേശം തന്നെയായത് നമുക്ക് ചേലക്കരയുടെ എല്ലാ ഭാഗങ്ങളിലും കാണാനായത്. നമ്മൾ CPMൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറയുമ്പോൾ CPM ഇപ്പോഴും ഒരു തരത്തിലും ചേലക്കര തങ്ങളിൽ നിന്ന് വിട്ടുപോകില്ല എന്ന ആത്മവിശ്വാസത്തിലാണ്. കാരണം അവിടെ അത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് കെ രാധാകൃഷ്ണൻ 2021 ജയിച്ചത്. കെ രാധാകൃഷ്ണൻ ജനകീയ നേതാവാണ്. ചേലക്കരയിൽ നിന്ന് വളർന്നു വന്ന സംസ്ഥാന രാഷ്ട്രീയ ഏറ്റവും പ്രമുഖരായി മാറിയ നേതാക്കളിൽ ഒരാളാണ്. അതുപോലെ തന്നെ സ്വാധീനമുള്ള ആളാണ് UR പ്രദീപ്. അതാണ് CPMൻ്റെ ചേലക്കര ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസത്തിൻ്റെ ഘടകം, അടിസ്ഥാനം. അവരുടെ സ്വാധീനമുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിടെ 5000 വോട്ട് മാത്രമാണ് അവിടെ ഭൂരിപക്ഷം ലഭിച്ചത്. ആ സ്വാധീനമൊക്കെ അങ്ങനെ കുറഞ്ഞല്ലോ എന്ന് ചോദ്യം വരുമ്പോഴും UR പ്രദീപാണ് CPMൻ്റെ സംഘടനാ ബലത്തെക്കാൾ അവർ വിശ്വാസം അർപ്പിക്കുന്നത്. പക്ഷേ അവിടെ UR പ്രദീപ് എന്ന ജനകീയനായ നേതാവാണ്. 2016 MLA ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം ജനങ്ങളുമായി ഉണ്ടാക്കിയ ബന്ധവുമാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അതുകൊണ്ട് 20,000-അടുത്ത വോട്ടിന് ജയിക്കുമെന്നാണ് ചേലക്കരയിൽ CPM തയ്യാറാക്കിയ കണക്ക്. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ചതും അതേ കണക്കാണ്. നേരത്തെയൊക്കെ CPMൻ്റെ കണക്കുകൾ നമുക്കറിയാം വളരെ കൃത്യമായിരിക്കും. അതിൽ ഏതാണ്ട് ഒത്തുവരുന്ന കണക്കുകളാകും റിസൾട്ടിനും ഉണ്ടാകുക. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ 20,000 എന്ന് പറയുമ്പോൾ നേതാക്കൾ തന്നെ അതിൽ പകുതി കുറച്ച് 10,000 എത്തും. ഏറ്റവും ചുരുങ്ങിയത് 7,500 വോട്ടിനെങ്കിലും ഭൂരിപക്ഷം ജയിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇപ്പോഴും CPM കേന്ദ്രങ്ങൾക്കുണ്ട്. UDF ആകട്ടെ ഒരു 5,000 വരെ ഉള്ള ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് ഇത്തവണ ചേലക്കര പിടിക്കുമെന്ന് വിശ്വസിക്കുന്നു. BJPയും അത്ര മോശം പ്രകടനമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ആലത്തൂരും അതുപോലെ ചേലക്കരയിലുമൊക്കെ നടത്തുന്നതും അവർ പ്രതീക്ഷിക്കുന്നതും. അവരും അവിടെ ജനകീയനായ ഒരു പാർട്ടി നേതാവിനെ തന്നെ, പ്രാദേശിക നേതാവിനെ തന്നെ രംഗത്തിറക്കിയതിലൂടെ അവരും നല്ല രീതിയിലുള്ള പ്രചരണം നടത്താൻ BJPക്കും കഴിഞ്ഞിട്ടുണ്ട്. തിരുവില്ലാമല പോലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെങ്കിലും മികച്ച പ്രകടനം BJP പ്രതീക്ഷിക്കുന്നു. വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തുമെന്ന് BJP കരുതുന്നു. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് BJPക്കും അവിടെ പ്രതീക്ഷ നൽകുന്ന ഘടകം. നമുക്കറിയാം ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷവും BJPയും ഒക്കെ കരുതുന്നുണ്ട്. അത് ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാലും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നൊരു മണ്ഡലമായി ചേലക്കര മാറും. പാലക്കാടൊക്കെ അതിനപ്പുറത്തേക്ക് വിഷയങ്ങൾ വന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അടിയിലാണ്. അതിൽ എത്രത്തോളം ആ ഒരു വികാരം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും വ്യക്തമല്ല. പക്ഷേ ചേലക്കരയിൽ CPMന് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നുവെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമാകാം അതിൻ്റെ ഒരു പ്രധാന കാരണമെന്നാണ് CPM നേതൃത്വം പോലും കരുതുന്നത്. അതിനപ്പുറത്തേക്കുള്ള സംഘടനാപരമായ പ്രശ്നങ്ങളൊന്നും അവിടെ ആ രീതിയിൽ ബാധിക്കില്ല എന്നവർ കരുതുന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി അത്ര മികച്ച സ്ഥാനാർത്ഥിയാണ്. 3 സ്ഥാനാർത്ഥികൾ ഏറ്റവും ജനകീയരായ സ്ഥാനാർത്ഥി എന്ന് അവിടുത്തുകാർ പൊതുവിൽ പറയുന്ന ആളാണ് UR പ്രദീപ്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഏത് തലം വരെ ഏത് അറ്റം വരെ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന ആശങ്കയാണ് പൊതുവിൽ ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. പക്ഷേ അപ്പോഴും അതിനെല്ലാം മറികടക്കാൻ തക്ക സ്വാധീനമുള്ള സ്ഥാനാർത്ഥിയാണ് UR പ്രദീപ്. അതിലൂടെ മികച്ച വിജയം ഉണ്ടാകുമെന്ന് തന്നെ CPM കരുതുന്നു. ഏതായാലും ഇനി കണക്കുകൾക്കും കണക്കുകൂട്ടലുകൾക്കും അതാണ് അരുൺ ഒരു കാര്യം കൂടി ഉള്ളത്. അവിടെ അരുൺ പറഞ്ഞതുപോലെ വലിയ വിഷയങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം പ്രചാരണത്തിന് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സമയവും ഉണ്ടായിരുന്നത്. പക്ഷേ മാധ്യമ ശ്രദ്ധ കേന്ദ്രീകരിച്ച മറ്റൊരിടം PV അൻവർ ആയിരുന്നു. DMKയുടെ ഇത്തവണത്തെ മത്സരം അത് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചരിത്രമാണല്ലോ. എന്താണ് PV അൻവർ പ്രതീക്ഷിക്കുന്നത്? എത്രത്തോളം നിർണായകമാണ് അവരുടെ വോട്ടുകൾ? PV അൻവറിന്റെ വോട്ടുകൾ കാര്യമായി ഏതെങ്കിലും മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കാൻ തക്ക വിധത്തിൽ ഉണ്ടാകില്ല എന്നാണ് പൊതുവിൽ ഇടതു മുന്നണിയും BJPയും അതുപോലെ UDFും ഒക്കെ വിലയിരുത്തുന്നത്. PV അൻവറിന്റെ സ്ഥാനാർത്ഥി പരമാവധി 1000-ഓ 2000-ഓ വോട്ട് പിടിക്കും, അതിനപ്പുറത്തേക്ക് പിടിക്കുമെന്ന അവകാശവാദമൊക്കെ അൻവറിനുണ്ട്. എന്നാൽ അതൊന്നും CPMോ BJPയോ കോൺഗ്രസോ ഒന്നും ആ രീതിയിൽ കാണുന്നില്ല. ഒരു സാന്നിധ്യം അറിയിക്കാൻ ഒരുപക്ഷെ PV അൻവറിന്റെ പാർട്ടി കഴിഞ്ഞേക്കും. അവസാന ദിവസത്തെ അൻവർ ഷോയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് കാര്യമായി ഏതെങ്കിലും മുന്നണികളുടെ സാധ്യതകളെ ബാധിക്കാൻ അൻവറിന് കഴിയില്ല. ഒരു മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സുധീറിൻ്റെ സാന്നിധ്യം കോൺഗ്രസിന് ചെറിയ തലവേദന ഉണ്ടാക്കിയിട്ടുന്ന വസ്തുതയാണ്. കോൺഗ്രസിലേക്ക് പോകാവുന്ന വോട്ടുകൾ കൂടി സുധീർ പിടിക്കും. എന്നാൽ അതല്ല, അതിനപ്പുറത്തേക്ക് CPMലെ വോട്ടുകൾ പിടിക്കുമെന്ന അവകാശവാദമൊക്കെ അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ കാര്യമായി മുന്നണികൾ അത് കണക്കിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്ര ഗൗരവത്തോടെ അൻവറിൻ്റെ നീക്കത്തെ കാണുന്നില്ല എന്നതാണ് വസ്തുത. ശരി, VV അരുണാണ് ചേലക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. വയനാടിനെ സംബന്ധിച്ച് കാടിളക്കിയുള്ള ഒരു പ്രചരണം നമ്മൾ അവിടെ കണ്ടതാണ്. പക്ഷേ പോളിംഗ് ദിവസം ഏറ്റവും കുറഞ്ഞ, ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗിലേക്ക് വയനാട് എത്തുകയായിരുന്നു. അതിലുള്ള ആശങ്ക മുന്നണികൾ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഒടുവിലത്തെ ചിത്രം വയനാട്ടിൽ?
ഗുഡ് മോർണിംഗ് അശ്വതി. നമ്മൾ കണ്ടതാണ് പ്രിയങ്ക ഗാന്ധി വയനാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒരു നെഹ്റു കുടുംബത്തിലൊരു അംഗം വയനാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണത്തിൽ എല്ലായിടത്തും മണ്ഡലത്തിലെത്തി. അത്തരത്തിൽ വലിയ ഒരു പ്രചരണം നടത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ പോളിംഗ് ശതമാനം 64.72 എന്ന വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് എങ്ങനെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്ന ചോദ്യമാണ് UDF ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 5 ലക്ഷം എന്ന സ്വപ്ന ഭൂരിപക്ഷം, അത് സ്വാഭാവികമായിട്ടും ഇത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ പ്രിയങ്കയ്ക്ക് നേടാനാകില്ല എന്ന് UDF തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടും. ഒരു 4 ലക്ഷം വോട്ടെങ്കിലും പ്രിയങ്ക നേടുമെന്നൊരു കണക്കുകൂട്ടലാണ്, പ്രതീക്ഷയാണ് UDF പങ്കുവെക്കുന്നത്. മറുവശത്താണെങ്കിൽ LDF-ഉം BJP NDA-യും അവർക്ക് രണ്ടുപേർക്കും ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണെന്ന LDF പ്രചാരണം ജനങ്ങൾ സ്വീകരിച്ചതാണ് എന്ന ഒരു നിലപാടാണ് LDF-നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും UDF-ന്റെ വോട്ട് കുറയും, LDF-ന്റെ വോട്ട് ആനുപാതികമായിട്ട് വർദ്ധിക്കുമെന്നൊരു കണക്കുകൂട്ടൽ അവർക്കുണ്ട്. NDA ആണെങ്കിൽ നേരത്തെ വഖഫ് വിഷയമടക്കം അവർ വയനാട് മണ്ഡലത്തിൽ അവസാന ഘട്ടത്തിൽ വലിയ പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ക്രിസ്തീയ വിഭാഗങ്ങൾ അവരുടെ പ്രചരണത്തിൽ സ്വീകരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് കൈക്കൊണ്ടതുകൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നത്. ഇതിലും ഈ ഒരു സ്വാഭാവികമായിട്ടുള്ള വർധന വോട്ട് വിഹിതത്തിലും ഉണ്ടാകുന്നൊരു കണക്കൂട്ടൽ NDA-ക്കുമുണ്ട്. എന്നുണ്ടെങ്കിലും വയനാടിനെ സംബന്ധിച്ച് ഫലമല്ല, ഭൂരിപക്ഷം ആണ് പ്രധാനം. രാഹുൽ ഗാന്ധി നേടിയ അത്ര വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് UDF-ൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കും. പക്ഷേ പോൾ ചെയ്ത വോട്ടിൻ്റെ ഒരു 60% നേടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം UDF പങ്കുവെക്കുമ്പോൾ പോളിംഗ് ശതമാനം, അതായത് നേടുന്ന വോട്ടുകളുടെ ശതമാന കണക്കിൽ നോക്കുകയാവും UDF നേതൃത്വം ചെയ്യുക. 60% മുകളിൽ വോട്ട് പ്രിയങ്ക നേടിക്കഴിഞ്ഞാൽ അതുതന്നെ ഈ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൻ്റെ സാഹചര്യത്തിൽ വലിയ ഒരു നേട്ടമായിട്ട് UDF-ന് കണക്കാക്കാൻ കഴിയും. എന്നാണെങ്കിലും ഏറ്റവും അധികം പോളിംഗ് ഉണ്ടായിട്ടുള്ളത് ഏറനാട് മണ്ഡലത്തിൽ തന്നെയാണ്. 70%-അടുത്ത് 69.42 എന്ന ഏറ്റവും മികച്ച പോളിംഗ് മണ്ഡലത്തിൽ ആണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കുറവുള്ളത് നിലമ്പൂരിലുമാണ് 61.91. അത്തരത്തിലാണ് പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ. എന്താണെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ വലിപ്പം അതുതന്നെയാണ് വയനാടിനെ സംബന്ധിച്ച് ഈ ഒരു ഫലം വരാനിരിക്കുന്ന ദിവസത്തിലും ചർച്ചയാകുന്നത്. UDF പ്രതീക്ഷിക്കുന്നത് 4 ലക്ഷത്തോളം വോട്ടുകളെന്ന ഒരു വലിയ ഭൂരിപക്ഷം തന്നെയാണ്. ശരി അനുമോദ്, എന്തായാലും ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. നാളെ രാവിലെ വോട്ടെണ്ണൽ മുതൽ പ്രേക്ഷകരിലേക്ക് തത്സമയ വിവരങ്ങൾ എത്തിക്കാൻ ന്യൂസ് 18 സജ്ജമാണ്. 3 ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെ CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. പാലക്കാട് 2ാം സ്ഥാനത്തെത്തിയാലും അത് ഗുണമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ സജി ചെറിയാനെതിരെ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതും ചർച്ചയായേക്കും. ഒരു വിഷയത്തിൽ 2 രാജി വേണ്ട എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം കിട്ടാത്തതിലെ തുടർ പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിക്കാൻ ഇടതുമുന്നണി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മലപ്പുറം പെരിന്തൽമണ്ണ ടൗണിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം കവർന്നു. പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി അടച്ച് മടങ്ങുകയായിരുന്ന കിനാദയിൽ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇടിച്ചു വീഴ്ത്തിയാണ് കവർച്ച. അനുമോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ, വലിയ കവർച്ചയാണ്, 3.5 കിലോ സ്വർണം കവർന്നു എന്നറിയുന്നു. എങ്ങനെയായിരുന്നു സംഭവം? ഈ ഒരു സംഭവം ഉണ്ടായത് രാത്രി 8 മണിയോടെ ആണ്. കട അടച്ച് ഇവർ സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങിയത്. സാധാരണഗതിയിൽ സ്വർണം അവർ കടയിൽ വെക്കാറില്ല, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് സുരക്ഷ മുൻനിർത്തി ചെയ്യുന്നത്. അങ്ങനെ കട അടച്ച് സ്കൂട്ടറിൽ മടങ്ങുന്ന ഇവരുടെ കുറുകെ ഒരു ഇന്നോവ കാർ നിർത്തി അതിൽ നിന്നും 2 പേർ പുറത്തിറങ്ങി കുരുമുളക് സ്പ്രേ അടിക്കുകയും തുടർന്ന് അവരെ മർദ്ദിക്കുകയും ചെയ്ത് തോളിൽ തൂക്കിയ ബാഗിലെ സ്വർണം എടുത്ത് കടന്നു കളയുകയായിരുന്നു ചെയ്തത്. ഒരാൾക്ക് കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ വീഴുകയും മറ്റൊരാളുടെ മുഖത്താണ് കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്തത്. 4 പേരുണ്ടായിരുന്നു സംഘത്തിലെന്നാണ് പ്രാഥമികമായിട്ട് കണക്കാക്കാനാകുന്നത്. കൃത്യമായിട്ട് ഇവരുടെ നീക്കങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു രീതി അറിയുന്ന സംഘമാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തലുള്ളത്. ഇവരുടെ ജ്വല്ലറി ഒരു ഓടിട്ട കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം അവിടെ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കുക എന്ന കണക്കുകൂട്ടലാണ്
രീതിയിലാണ് ഇവർ സ്വർണം വീട്ടിലേക്ക് എന്നും കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇവർ സ്വർണം കൊണ്ടുപോകുന്നത് പതിവായിട്ട് അറിയുന്ന ആരെങ്കിലും ആകാം ഈ ഒരു കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഏകദേശം 2.5 കോടിയിലധികം രൂപയുടെ മൂല്യമുണ്ട് ഈ നഷ്ടമായ സ്വർണത്തിനെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. പോലീസ് ഇന്നലെ രാത്രി തന്നെ എത്തി ഇവരുടെ മൊഴി എടുത്ത് കേസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണത്തിന് ഏറെ സഹായകമാണ്. എന്നാണെങ്കിലും ഏറെ വൈകാതെ ഇവരെ പിടികൂടാനാകുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഈ ആക്രമണത്തിനിരയായ സഹോദരങ്ങളുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ചർച്ച. മുനമ്പം പ്രശ്നത്തിൽ മുഖ്യമന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്നാണ്. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുക. പ്രദേശവാസികൾക്ക് ഭൂമിക്ക് മേലുള്ള അവകാശം എങ്ങനെ പുനഃസ്ഥാപിക്കാമെന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തുകാർ. ഡാൻ കുര്യനും നവമി ദിനേശും ചേരുകയാണ്. ആദ്യം നവമിയിലേക്ക്. നവമി, വലിയ സമര പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുനമ്പം നിവാസികൾ. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ശാശ്വത പരിഹാരം ചിന്തിക്കാമെന്ന നിലയിലാണ് സർക്കാരും പോയിക്കൊണ്ടിരുന്നത്. എന്താണ് മുനമ്പം നിവാസികൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? അവരുടെ അവസ്ഥ ഇന്ന് നിർണായകമാണല്ലോ ചർച്ച. അശ്വതി, ഇന്ന് മുനമ്പം സമരം 41ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് മുനമ്പം നിവാസികൾ. രാവിലെ തന്നെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും ഇവിടെയുണ്ട്. വലിയ സന്തോഷത്തിലും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ കഴിയും. കാരണം 41 ദിവസം തുടർച്ചയായിട്ടുള്ള നിരാഹാര സമരം എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. അത്രയേറെ പോരാടിയിട്ടുണ്ട് ഇവർ. ആ പോരാട്ടത്തിൽ ഇന്ന് ഫലം കാണുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെയാകട്ടെ. എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം എത്രമാത്രം വിശ്വാസമുണ്ട് ഇന്ന് ചേരുന്ന യോഗത്തിലെന്ന്. ചേട്ടാ, 41ാമത്തെ ദിവസമാണിന്ന്. മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. നിങ്ങൾ അന്ന് മുഖ്യമന്ത്രിയെ കണ്ടതാണ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയോട് നേരിട്ട് ബോധിപ്പിച്ചതാണ്. ഇന്ന് വൈകിട്ട് യോഗം ചേരുമ്പോൾ എത്രമാത്രം വിശ്വാസത്തിലാണ്? ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ 33 വർഷമായി ഞങ്ങൾ 34 വർഷം കേസ് നടത്തി. അതിനുശേഷം 33 വർഷമായിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ച സ്റ്റാമ്പും ഗവൺമെന്റിന്റെ രജിസ്റ്റർ ഓഫീസ് ഇതെല്ലാം സ്വീകരിച്ച് ഞങ്ങൾ ആധാരം പിടിച്ച് ഞങ്ങളിവിടെ എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവരാണ്. അത് ഞങ്ങളറിയാതെ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ട ഒരു കരിനിയമത്തിന്റെ വക്കിലാണ് ഈ ജനത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ശാശ്വതമായ ഒരു പരിഹാരം, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരും എന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വെറും കരമടവല്ല, ശാശ്വതമായ പരിഹാരം, നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു തരുമെന്നാണ് ഞങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം, ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. മതേതരത്വ രാജ്യത്തിൽ മതേതരത്വ രാഷ്ട്രീയമാണ് സംസാരിക്കേണ്ടത്. അത് ജനാധിപത്യ രാഷ്ട്രീയമായിരിക്കണം. പക്ഷെ ഇന്ന് ഇന്ത്യ മുഴുവൻ സംസാരിക്കുന്നത് മതത്തിൽ അധിഷ്ഠിതമായ മതരാഷ്ട്രീയത്തിൽ സംസാരിക്കേണ്ട വിഷയമായ വഖഫാണ്. അതുകൊണ്ട് ആ വഖഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവരുത്തുന്ന രീതിയിലുള്ള ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിപ്പിക്കുന്ന രീതിയിലുള്ള നീതി അല്ലെങ്കിൽ നിയമമാണ് ഉണ്ടായതെങ്കിൽ ആ നിയമം മാറ്റപ്പെടേണ്ടതാണ്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങളുടെ എല്ലാം റവന്യൂ അവകാശങ്ങളെല്ലാം നീതിയുടെ അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിന്റെ വെളിച്ചത്തിൽ നിന്നും അത് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പുനഃസ്ഥാപിച്ച് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഇന്നിന്റെ ആവശ്യം. ഒപ്പം ഈ യോഗത്തിന് മുന്നോടിയായി റവന്യൂ വകുപ്പോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും? ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന 610 കുടുംബങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ വില്ലേജ് ഓഫീസറിനും തഹസിൽദാർക്കും ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഭൂസംരക്ഷണ സമിതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഞങ്ങൾ ഈ ഡാറ്റാസ് എല്ലാം കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സിംഗിൾ ബെഞ്ച് അനുവദിച്ചു തന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി വഖഫ് ബോർഡ് അഫിഡാവിറ്റ് കൊടുത്തതിന്റെ പേരിൽ, അതായത് ഇത് വഖഫ് ബോർഡിൽ 2019 എഴുതിയെടുത്തിരിക്കുന്നു, അത് ഞങ്ങളറിയാതെ എഴുതിയെടുത്തിരിക്കുന്നതിന്റെ പേരിലാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ അനുവദിച്ചത്. അതുകൊണ്ട് അതെല്ലാം മാറി
ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരും ഗവൺമെന്റ് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അശ്വതി, ഇന്ന് ചേരുന്ന യോഗത്തിൽ പൂർണ്ണ വിശ്വാസത്തിലാണ് ഇവർ. നമുക്കറിയാം ഈ നിരാഹാര സമരം ആരംഭിച്ചതു മുതൽ സ്ത്രീകളും ഒക്കെ വലിയ പങ്കാളിത്തം ഈ സമരത്തിലുണ്ട്. കാരണം അവരെയൊക്കെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാൻ. ചേച്ചി, എത്രമാത്രം വിശ്വാസമുണ്ട് ഇന്നത്തെ യോഗത്തിൽ? കുറച്ച വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇന്നത് കിട്ടുമെന്ന്. ഉറപ്പാണ്. എല്ലാവരും ഗർജിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടും. 41 ദിവസം നമ്മൾ കഷ്ടപ്പെട്ടതിന് ഒരു പരിഹാരം ഞങ്ങൾക്ക് മാതാവ് തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ഈ നാട് ഒത്തൊരുമിച്ച് കേരളം ഒന്നാകെ ഞങ്ങൾ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കണം എല്ലാവരും. വളരെ അനീതിപരമായൊരു നിയമത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ജനങ്ങളിവിടെ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ഭരണഘടനയിലുണ്ട് ഒരു പൗരന്റെ അവകാശം സംരക്ഷിക്കണമെന്നുള്ളത്. അപ്പോൾ ആ നീതി ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും ഇന്നത്തെ ആ തീരുമാനം എടുക്കുന്നതിൽ പൂർണ്ണമായിട്ട് പാവപ്പെട്ട ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും. റവന്യൂപരമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിനാണ് എല്ലാവരും കൂടിയിരിക്കുന്നത്. അശ്വതി, അത് തന്നെയാണ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, ഒപ്പം വഖഫ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളെല്ലാം അതിൽ നിന്നൊക്കെ പിൻവാങ്ങുക. ഇത് ഞങ്ങളുടെ ഭൂമി തന്നെയാണ്. ഞങ്ങളുടെ ജീവനും ജീവിതവും കൊടുത്ത് ഞങ്ങൾ പടുത്തുയർത്തിയ വീടുകളാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും. ഒപ്പം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഈ എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് ഈ സമരസമിതി പ്രതിനിധികളെ ഉൾപ്പെടെ വിളിക്കുകയും അവരുമായി ഒരു സംഭാഷണം നടത്തുകയും ചെയ്തത്. അതിലും അന്ന് ആ യോഗം കഴിഞ്ഞിറങ്ങിയപ്പോഴും ഇവർ ഇതേ ആത്മവിശ്വാസത്തിലായിരുന്നു. എന്തായാലും വൈകിട്ട് 4 മണിയോടെയാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഉന്നതതല യോഗം ചേരുന്നത്. അതിനുശേഷം എന്താകും തീരുമാനം എന്ന് കാത്തിരിക്കുകയാണ് മുനമ്പം നിവാസികളും. അശ്വതി. ശരി, നവമി ദിനേശാണ് മുനമ്പത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഡാൻ കുര്യൻ കൂടി ചേരുന്നു. ഡാൻ, നവമി പറഞ്ഞതുപോലെ അവിടെയുള്ളവർ വലിയ പ്രതീക്ഷയിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ച ആ യോഗത്തിൽ. ആരൊക്കെയാണ് പങ്കെടുക്കുക, എന്തൊക്കെയാണ് വിവരങ്ങൾ? വർഗീയ ധ്രുവീകരണത്തിന് വഴിവെക്കുന്ന തരത്തിലേക്ക് മുനമ്പവുമായി ബന്ധപ്പെട്ടുണ്ടായ സമരങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധങ്ങളും വഴിമാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം നടക്കുക. വൈകുന്നേരം 4 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ, സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് ഈ യോഗം ചേരുന്നത്. നിയമമന്ത്രി, റവന്യൂ മന്ത്രി, വഖഫ് മന്ത്രി, അതോടൊപ്പം ഈ വഖഫ് ബോർഡ് ചെയർമാൻ, സംസ്ഥാന ചീഫ് സെക്രട്ടറി, അതോടൊപ്പം വകുപ്പ് സെക്രട്ടറിമാരെല്ലാം ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായി സമവായ നീക്കമായിരിക്കും സർക്കാർ വിളിക്കുന്ന ഈ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ ഈ വഖഫ് ഭൂമിയിൽ കൃത്യമായി, അല്ലെങ്കിൽ വഖഫിൻ്റെതെന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി ഡിജിറ്റൽ സർവേ നടത്തുക, അതോടൊപ്പം വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് കേസുമായി മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുക. അതോടൊപ്പം ഫറൂഖ് കോളേജ് വഖഫ് ട്രിബ്യൂണലിൽ നൽകിയിരിക്കുന്ന കേസിൽ കക്ഷി ചേരുന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം ആരും തന്നെ ഈ ഭൂമിയിൽ നിന്ന്, മുഴമ്പത്തടക്കം ആരും തന്നെ ഈ ഭൂമിയിൽ നിന്ന് ആരെയും കുടിയിറക്കില്ല എന്നൊരു നിലപാടിലാണ് സർക്കാർ ഉള്ളത്. ആ കാര്യം സർക്കാർ ഇന്ന് യോഗത്തിൽ വ്യക്തമായി അറിയിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം വ്യക്തമാക്കും. എന്തായാലും വഖഫ് ബോർഡ് ചെയർമാൻ അടക്കം എടുക്കുന്ന നിലപാട് നിർണായകമാകും. അവിടെ ഈ സമവായ നീക്കമെന്ന് പറയുമ്പോൾ അത് നിയമപരമായ വഴികളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന തരത്തിലേക്കൊരു നീക്കമായിരിക്കാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ഇടയുള്ളതെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. വൈകുന്നേരം 4 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ഈ യോഗം ചേരുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നവമിയിലേക്ക് ഒരിക്കൽ കൂടി. നവമി ഇപ്പം 41ാമത്തെ ദിവസമാണ് നിരാഹാരമെന്ന് പറയുമ്പോൾ നവമി പറഞ്ഞതുപോലെ അത് അത്ര ചെറിയ കാലയളവല്ല. ഒരുപാട് പേർ പിന്തുണയുമായി സമരപന്തലിലേക്കൊക്കെ എത്തിയിരുന്നല്ലോ. ഇന്നിപ്പോൾ ആരൊക്കെയാണ് അവരെ പിന്തുണച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ആരെങ്കിലും എത്തുന്നുണ്ടോ? ഒപ്പം ഇന്നൊരു നിർണായക യോഗം നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രതീക്ഷകൾക്കപ്പുറം അവരുടെ വലിയൊരു സങ്കട കടലുണ്ട്. ഈ ഒരു കൃത്യമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് തന്നെയാണോ പറയുന്നത്?
അങ്ങനെ തന്നെയാണ് അശ്വതി. കാരണം ഈ ഒരു തീരുമാനം, അതായത് ഇവരുടെ ഈ ഒരു സമരം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ നിന്നും ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഈ വഖഫ് ബോർഡ് പറയുന്നത് നിയമമാണ്, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും, അല്ലാതെ ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. നിയമമാണ്, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന ഉറച്ച തീരുമാനത്തിലാണ് വഖഫ് ബോർഡ് ഉള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇത് വഖഫിന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകളൊക്കെ അല്ലെങ്കിൽ അവർ ശേഖരിച്ച രേഖകളൊക്കെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ സമർപ്പിക്കുമെന്നാണ് അവർ നേരത്തെ തന്നെ വഖഫ് ബോർഡ് ചെയർമാൻ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ 610 കുടുംബങ്ങൾ അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വേദനകൾ അത് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇവരെ ഇവിടെ കുടിയിറക്കിക്കൊണ്ട് ഒരു വിധത്തിലുള്ള രീതിയിലേക്കും അല്ലെങ്കിൽ ഒരു നടപടികളിലേക്കും സർക്കാർ മുന്നോട്ടേക്ക് പോകില്ല, അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വരില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ മുഖ്യമന്ത്രിയും അടക്കം നിൽക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകാതിരിക്കേണ്ടത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇതൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ മതത്തിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ പ്രശ്നമാണ്. അത് അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ പരിഹരിക്കുകയും വേണം. അതിനുവേണ്ടി മുഖ്യമന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ വഖഫ് ബോർഡ് ആയിക്കോട്ടെ എല്ലാവരും ഒരുമയോടെ അല്ലെങ്കിൽ ഒരു സ്വരത്തിൽ ഒരു തീരുമാനമെടുത്താൽ മാത്രമേ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ചേട്ടാ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഇനി അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കില്ലേ നിങ്ങളുടെ തീരുമാനം? അല്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അത് കരമടക്കാനല്ല, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല. അശ്വതി, അത്രയേറെ ആത്മവിശ്വാസത്തിലാണ് ഇന്നത്തെ യോഗത്തിൽ. വലിയ വിശ്വാസമാണ്, അല്ലെങ്കിൽ അത്രയേറെ ഉറച്ചു തന്നെ ഇവർ നിൽക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി അവരുടെ സമരം അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ തന്നെയാകട്ടെ. കാരണം ന്യൂസ് 18 സംഘം ഇവിടെ എത്തുകയും ഇവരുടെ ഓരോ കുടുംബങ്ങളിൽ അവിടെ ചെന്ന് നമ്മൾ ഇവരുടെ അവസ്ഥ ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകരിലേക്ക് കാണിച്ചതും കൂടിയാണ്. അതുകൊണ്ട് അവരെ അനുഭവിക്കുന്ന വിഷമം അല്ലെങ്കിൽ ആ ഒരു ഉറങ്ങാത്ത രാത്രികൾ അതൊക്കെ മാറി അവർക്ക് വീണ്ടും പഴയ പോലെയുള്ള സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം അവർക്ക് തിരികെ കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന യോഗം അതിൽ പൂർണ്ണ വിശ്വാസമാണ്, മറിച്ചൊന്നുണ്ടാകില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ കൂടുതൽ പ്രതിഷേധത്തിലേക്കൊന്നും അവർ നീങ്ങുന്നില്ല. അത്രയേറെ വിശ്വാസത്തിൽ തന്നെയാണ് മുനമ്പം നിവാസികൾ ഇരിക്കുന്നതും. ഇതിനോടകം തന്നെ വിവിധ ക്രൈസ്തവ വിഭാഗത്തിലെ ബിഷപ്പുമാർ ഉൾപ്പെടെ ഇവിടെ എത്തുകയും അവർക്ക് വേണ്ട പിന്തുണ പ്രഖ്യാപിക്കുകയും അവരുടെ സമരത്തിനൊപ്പമുണ്ടെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് മടങ്ങിയത്. ഒപ്പം ബിജെപിയുടെ തന്നെ സുരേഷ് ഗോപി MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ഈ മഹല്ല് കമ്മിറ്റികളടക്കം ഇവിടെ വന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ, ഒപ്പം നമുക്കറിയാം ഈ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളും ഇവിടെ എത്തി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും മുനമ്പൻ നിവാസികൾക്ക് വലിയ ഒരു പിന്തുണ നിൽക്കുമ്പോൾ തന്നെയാണ് ഇന്നത്തെ യോഗം അത്രയേറെ നിർണായകമാകുന്നതും. അശ്വതി, അതാണ് നവമി സൂചിപ്പിച്ചതുപോലെ ഒരു പോസിറ്റീവായ അനുകൂലമായ തീരുമാനമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പങ്കുവച്ചത്. നവമി ദിനേശാണ് മുനമ്പത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷനിലെ വാർഡ് വിഭജനത്തിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് CPI. വിഭജനത്തോടെ CPIയുടെ സിറ്റിംഗ് ഡിവിഷനായ കൃഷ്ണാപുരം വാർഡ് ഇല്ലാതായതിലാണ് പ്രതിഷേധം. ഇതിന് പിന്നിൽ സ്ഥാപിത താൽപര്യമെന്ന് CPI കൌൺസിലർ ബീന മുരളി പറയുന്നു. 15 വർഷമായി തുടർച്ചയായി ജയിക്കുന്ന ഡിവിഷൻ 2 ഡിവിഷനിലേക്ക് വെട്ടിലയിപ്പിക്കുകയായിരുന്നു. പാർട്ടിയെ ഇത് സംബന്ധിച്ച വിവരം അറിയിച്ചതായും നടപടി ഉണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതിഷേധം നടത്തുമെന്നും ബീന മുരളി പറഞ്ഞു. വാർഡ് വിഭജനം വന്നതിന് ശേഷം ഇപ്പോൾ കോർപ്പറേഷനിൽ 55 ഡിവിഷനിലുള്ളതിൽ 2-3 ഡിവിഷനുകൾ അത് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് അത് മൊത്തം വെട്ടി ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ LDFൻ്റെ കൗൺസിലറാണ്. ഞാൻ 3 തവണ മത്സരിച്ച് ജയിച്ച കൃഷ്ണാപുരം ഡിവിഷൻ, ആ ഡിവിഷൻ പൂർണ്ണമായും വെട്ടി മറ്റ് ഡിവിഷനുകളിലേക്ക് ഭാഗിച്ചു കൊടുക്കുകയാണുണ്ടായത്. അത് തന്നെയല്ല, നിലവിൽ ആ ഡിവിഷൻ്റെ പേര് പോലും ഒന്ന് നിലനിൽക്കുന്നില്ല. ആ ഡിവിഷൻ മൊത്തമായിട്ട് കളഞ്ഞേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു സിറ്റിംഗ് കൗൺസിലർ എന്നുള്ള രീതിയിൽ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വേദന അതിലുണ്ട്. അതില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ ഒല്ലൂക്കര സോണൽ ഭാഗത്ത് വരുന്ന ഒരേ ഒരു ഡിവിഷനാണ് ഈ കൃഷ്ണാപുരം ഡിവിഷൻ.
ആ ഡിവിഷനാണ് ഇന്ന് നേർപകുതി വെട്ടിയിട്ട് നടത്തറ ഡിവിഷനിലേക്ക് 700 വീടും ബാക്കി 500 സംതിങ് വീടുകൾ ഒല്ലൂക്കര ഡിവിഷനിലേക്കും അങ്ങനെ പകുത്തു കൊടുത്തേക്കാണ്. അതോടുകൂടി ആ ഡിവിഷൻ്റെ പേര് നിലനിർത്തിയിട്ടില്ല. ഭഗവാൻ കൃഷ്ണൻ്റെ പേരായതുകൊണ്ടായിരിക്കാം എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ ഡിവിഷൻ്റെ പേര് പോലും കളഞ്ഞിട്ടുണ്ട്. അത് എന്നെ ബാധിച്ചതും വേദനിപ്പിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ നിലവിൽ ഒരു ഭരണകക്ഷിയിലെ അംഗമാണ്. അതാണ് എന്തായാലും കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അത് തീരുമാനമായില്ലെങ്കിൽ പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങുമെന്നാണ് CPI പറയുന്നത്. ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. പത്തനാപുരം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അഷിത, അയർക്കുന്നം സ്വദേശി അഞ്ജന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ശശിനാരായണനാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ശശി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. 3 വിദ്യാർത്ഥികളുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും അമ്മു സജീവനോടൊപ്പം പഠിച്ചിട്ടുള്ള പത്തനാപുരം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അഷിത, അയർക്കുന്ന സ്വദേശി അഞ്ജന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. പ്രധാനമായും ഇന്നലെ വൈകിട്ടാണ് ഈ 3 വിദ്യാർത്ഥികളെയും പോലീസ് കസ്റ്റഡിയെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡിയെടുത്തത്. ഇന്നാണ് അവരുടെ അറസ്റ്റ് പുലർച്ചയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 3 പേരെയും ഇന്ന് 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. ഈ കുട്ടികളുടെ ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങിയ വകുപ്പുകളാണ് ഈ കുട്ടികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആദ്യം തന്നെ ആരോപണം ഉന്നയിച്ചത് ഈ 3 വിദ്യാർത്ഥികളുടെ പേരിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 3 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ആരോപണം ഈ അമ്മു സജീവിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ആ തുടക്കം മുതൽ തന്നെ ഈ മാനസികമായുള്ള പീഡനം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കോളേജിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും അമ്മു സജീവൻ വീട്ടുകാരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മുവിന്റെ പിതാവ് കോളേജ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ആ പരാതി വളരെ ഗൗരവത്തോടെ കോളേജ് അധികൃതർ എടുത്തില്ലെന്ന ഒരു കാര്യം കൂടി വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 3 വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ വിശദമായ ചോദ്യം ചെയ്യുന്ന കസ്റ്റഡിയിൽ നിന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ 3 വിദ്യാർത്ഥികളെയും കസ്റ്റഡി എടുത്തത്. ശശി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം ഈ അമ്മു മരിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞ് അത് ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും കുടുംബം പറയുന്നുണ്ടായിരുന്നു കുട്ടി വളരെയധികം മാനസികമായ പീഡനം അനുഭവിക്കുന്നുണ്ടായിരുന്നു, അതിൽ അന്വേഷണം വേണമെന്ന്. പക്ഷേ ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോയില്ല എന്ന് കാണിച്ചുള്ള പ്രക്ഷോഭങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നടക്കം ഉണ്ടായപ്പോഴാണ് ഈ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതല്ലേ? തീർച്ചയായും അത്തരൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ABVPയുടെ നേതൃത്വത്തിലാണ് ആദ്യം ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമരമുണ്ടായത്. ഇന്നലെ KSUവിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. വലിയ പ്രക്ഷോഭവും അതുപോലെ തന്നെ സംഘർഷത്തിലാണ് ആ മാർച്ച് കലാശിച്ചത്. ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ധും പത്തനംതിട്ട ജില്ലയിലുണ്ട്. അത്തരത്തിൽ വലിയ പ്രക്ഷോഭം വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളെയും ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വലിയ ആരോപണങ്ങൾ ഈ കുട്ടികൾക്കെതിരെയും ഈ കോളേജിനെതിരെയും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ അമ്മു സജീവൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ ലഭിച്ചിട്ടും അക്കാര്യത്തിലൊന്നും കോളേജ് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്നൊരു ആരോപണമാണ് അമ്മു സജീവിന്റെ പിതാവും കുടുംബവും ആരോപിക്കുന്നത്. ഇന്നലെ അമ്മു സജീവിന്റെ സഹോദരൻ പത്തനംതിട്ടയിലെത്തി പോലീസിന് മൊഴി കൊടുക്കുകയും ചെയ്തു. ആ സമയവും ഈ 3 കുട്ടികൾക്കെതിരെയും പരാതി പറയുകയും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അമ്മു സജീവൻ ആത്മഹത്യ ചെയ്യേണ്ട സാധ്യതകളൊന്നും തന്നെ കുടുംബത്തിലില്ല. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ കോളേജിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് അമ്മുവിന്റെ ആത്മഹത്യക്ക് നയിച്ചതെന്നാണ് കുടുംബം ആരോപിച്ചത്. അത് തുടർച്ചയായി ഈ ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി പറയുകയും നേരിട്ട് പ്രിൻസിപ്പലെ വിളിച്ച് അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്തായാലും ഈ 3 വിദ്യാർത്ഥികളെയും ഇപ്പോൾ ഇത് സംബന്ധിച്ച് ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളെയും കസ്റ്റഡി എടുക്കുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 11 മണിയോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികളെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കുക. അശ്വതി. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. മറക്കരുത് വയനാടിനെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഇരകളായവരുടെ പുനരധിവാസം തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നെടുമ്പാലയിലെ ഹാരിസൺസ്
മലയോളം എസ്റ്റേറ്റ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത് സാഹചര്യങ്ങൾ ഗുരുതരമാക്കുകയാണ്. ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കണ്ടെത്തിയ ഭൂമികളിൽ ഒന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നെടുമ്പാല 7-ാം നമ്പർ എസ്റ്റേറ്റ്. ഇവിടെയുള്ള 148 ഹെക്ടറിൽ 65 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ടൗൺഷിപ്പിനായി ഏറ്റെടുക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് ഹാരിസൺസ് മലയാളത്തിന്റെ 7-ാം നമ്പർ എസ്റ്റേറ്റ്. വലിയ കുന്നുകളും അപകട സാധ്യതകളിടങ്ങളുമൊന്നുമില്ലാത്ത മറ്റിടങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന നിരപ്പായ മേഖലയാണ് നെടുമ്പാല. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ആയതുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് സൗകര്യപ്രദമായ ഇടം കൂടിയാണ് ഇവിടം. ഈ സ്ഥലത്തിന് പ്രത്യേകം വെച്ചാൽ നിറഞ്ഞ ഭൂമിയാണ് ഒന്ന്. പിന്നെ എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്ന് വെച്ചാൽ 1961 ഇവിടെ എൻ്റെ അപ്പൻ വന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് ഈ കാലം വരെ ഈ ഭൂമിയിൽ എവിടെയും ഒരു ഉരുൾപൊട്ടലോ വല്ല ഇടിച്ചിലോ ഒന്നുമില്ല. എന്നാൽ ഏത് പിന്നെ എസ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്നാലും ഈ ഭൂമി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമിയാണ്. തോട്ടം തൊഴിലാളിക്ക് പണിയെടുക്കാൻ പറ്റിയ ഒരു ഭൂമിയാണ്. പക്ഷെ ഇപ്പൊ ഒരു വീട് വെച്ച് പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു ഭൂമിയാണ്. എന്നാൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചതാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എസ്റ്റൻ ടി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ മറ്റൊരു സ്ഥലം. 78 ഹെക്ടറിലധികം ഭൂമിയാണ് ഇവിടെ സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നാണ് ഈ പ്രദേശം. കൽപ്പറ്റയോട് ചേർന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഏറെക്കാലമായി തൊഴിലാളി തർക്കത്തിലാണ് ഇവിടം. ഇവരും ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം തെറ്റായ നിയമോപദേശത്തെ തുടർന്നാണെന്ന് MLA ടി സിദ്ദിഖ് പറഞ്ഞു. കോടതി വ്യവഹാരങ്ങൾ പുനരധിവാസം അനന്തമായി വേഗിപ്പിക്കും. സർക്കാരിന് സംസാരിച്ചാൽ ഉടമകളുമായി ഇത്ര കണ്ട് കുറയ്ക്കണം. എല്ലാ കാര്യങ്ങളും സർക്കാരിന് പറയാലോ. സർക്കാരാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യം ചെയ്യേണ്ട സിസ്റ്റം സർക്കാരാണല്ലോ. സർക്കാർ ആ കാര്യം ഒരു ഉടമയായിട്ട് സംസാരിച്ചില്ല. അതിന് കളക്ടറെ ചുമതലപ്പെടുത്തിയില്ല. അതിന് നടപടികളെടുത്തില്ല. നേരെ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം പുനരധിവാസ പ്രവർത്തനത്തെ വൈകിപ്പിക്കുക. ഈ മാസം ഹൈക്കോടതി എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി പരിഗണിക്കുമെന്നിരിക്കെ സർക്കാർ തീരുമാനങ്ങൾ നിർണായകമാണ്. ഭൂമിയുടെ വില നിശ്ചയിച്ച് അത് കൈമാറി പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതിനെല്ലാം കേന്ദ്ര സഹായം അനിവാര്യമാണ്. സർവ്വതും നഷ്ടമായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേൽക്കൂര എന്നത് അവകാശമാണ്. അത് നൽകുവാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. ഇതിലുണ്ടാകുന്ന കാലതാമസം ദുരന്തബാധിതരായ ജനതയോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയാതെ വയ്യ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഏറ്റവും ദാരുണമായിട്ടുള്ള ദുരന്തം, ആ ദുരന്തത്തിൽ ഇനിയും 4 മാസം പിന്നിട്ടതിന് ശേഷവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. കേവലമായ സാങ്കേതികത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ സഹായം നിഷേധിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഫ്ലോസോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ട് അതിനാവശ്യമായ നിർദ്ദേശം കൊടുക്കുന്നതിന് പകരം ആ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന ഇരകളായിട്ടുള്ള സാധാരണ സമൂഹത്തിന് അർഹതപ്പെട്ട സഹായം ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ, നീതീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനത്തെ രാഷ്ട്രീയ വിവേചനമായി മാത്രമേ കാണാൻ കഴിയൂ. ആ ഒരു പൊളിറ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കേണ്ടത് ഈ കാര്യത്തിലല്ല. ശരിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകളുണ്ട്, ഫ്ലോസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോസ് അവരെ ബോധ്യപ്പെടുത്തി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ബാധ്യത യൂണിയൻ ഗവൺമെൻറ്റില്ലേ? ആ ഉത്തരവാദിത്വം നിർവഹിച്ച് അർഹതപ്പെട്ടവർക്ക് യഥാസമയം ആനുകൂല്യം ലഭിക്കാൻ അവസരമൊരുക്കുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായം, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഇത്രയധികം കാലവിളംബം ഉണ്ടാക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. അത് രാഷ്ട്രീയ വിവേചനമായി വ്യാഖ്യാനിച്ചാൽ തെറ്റു പറയാനില്ല. നമ്മളിനി രാവിലെ നമ്മുടെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ന്യൂസ് 18 കേരളം നടത്തുന്ന ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് 2024 യമ്മി വ്ളോഗറായി തെരഞ്ഞെടുത്ത വില്ലേജ് സ്പൈസസ് ഒഫീഷ്യൽ ചാനൽ AK നസീറാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. നസീർക്ക, ഗുഡ് മോർണിംഗ്.
എങ്ങനെയാണ് ആ സന്തോഷം പങ്കുവെക്കുന്നത്? ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന, നമ്മുടെ ലാലേട്ടനടക്കം, മോഹൻലാൽ അടക്കം ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നസീർക്കയ്ക്ക് തന്നെ അവാർഡ് തരാൻ കഴിഞ്ഞതിൽ. എങ്ങനെ സന്തോഷം പങ്കുവെക്കുന്നു? സത്യത്തിൽ ഞാൻ ആ അവാർഡ് എനിക്ക് കിട്ടിയതിന്റെ ആ ഒരു ത്രില്ലിങ് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതേപോലെ ഒരു വലിയ അവാർഡാണ് കിട്ടിയത്. ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ ഒരു നിമിഷം തന്നെയാണ്. പിന്നെ ധാരാട്ടനെ പോലെ അറിയാമല്ലോ, ലോകം മൊത്തം ആരാധകരുള്ള നമ്മുടെ ഒരു സ്വന്തം നമ്മുടെ നാടിന്റെ അഭിമാനം, അതായത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒക്കെ അഭിമാനമായ ലാലേട്ടൻ നമ്മളെ പോലെ ഒരു ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യത്തിൽ അദ്ദേഹം ആ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഈ ന്യൂസ് 18 പോലെ ചാനലിന്റെ മുന്നിൽ വരാനും സാധിച്ചത്. ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ അവിടെ ഇരിക്കുന്നത്, ഒരു വശത്തിരിക്കുന്നത് അല്ലേ? അപ്പോ അന്ന് വന്നപ്പോഴും വേദിയിലേക്ക് കയറി ഒന്നും സംസാരിച്ചില്ല. എങ്ങനെയാ ചേച്ചി എന്താ സംസാരിക്കാത്ത, ഒന്നും മിണ്ടാതിരുന്ന, ഇങ്ങനെയുള്ള സപ്പോർട്ടാണോ കൊടുക്കുന്നത്? അതല്ല മോളെ, എനിക്ക് അത്ര ഇതില്ല, ഈ സംസാരിക്കുന്ന പോലെ അത്ര ഉള്ളൊരു ഇതില്ല. ഇങ്ങനെ അടുത്തുന്നവരെല്ലാം ചെയ്തു കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് മാറി സംസാരിക്കും. അല്ല, ഈ നസീർക്ക പാചകം നേരത്തെ തൊട്ട് ചെയ്യുന്ന ആളാണോ? അതെ അതെ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്ലോഗ് ഐഡിയ തന്നത് ആരായിരുന്നു? ഇങ്ങനെ വ്ലോഗ് ചെയ്യാൻ നമുക്കൊന്ന് പറഞ്ഞു തന്നത് ആരായിരുന്നു? ഞങ്ങളുടെ മോനെ. മോൻ തന്നെയാണ്. എനിക്ക് 2 മക്കളാണ്, മോളും പഠിത്തം എല്ലാം കഴിഞ്ഞ് ഈ യൂട്യൂബ് എന്താ ഫേസ്ബുക്ക് എന്താന്ന് ഇത് എനിക്ക് ശ്രദ്ധയ്ക്കൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഇപ്പൊ കൊറോണ ഒക്കെ ആയി കഴിഞ്ഞപ്പം പൊതുവെ ജോലിയൊക്കെ പോയല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തൊഴിൽ വേണം, ജീവിതം മുന്നോട്ട് പോകണ്ടേ. വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് ഒത്തിരി പ്രശ്നങ്ങൾക്ക് നടുവിൽ ചുറ്റി കറങ്ങിയിട്ടാണ് ഇങ്ങനൊരു ഐഡിയ മകൻ കൊണ്ട് ശക്തി കുറെ നാളായിരുന്നു പാചകത്തിന് നടക്കും. യൂട്യൂബിൻ്റെ അകത്ത് നമുക്കൊന്ന് നോക്കിയാൽ അപ്പോൾ ഞാൻ അത് നിരുത്സാഹപ്പെടുത്തിയായിരുന്നു. കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് നമ്മൾ നീളേറെ പണിയുണ്ട് ആൾക്കാരുടെ നമ്മൾ സപ്പോർട്ട്. എന്നാ ശരി, ഏതായാലും മകന്റെ സ്റ്റാർട്ട് ചെയ്ത് കുറെ നാള് പിന്നെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയെങ്കിൽ ആൾക്കാരെ തള്ളിക്കളയായിരുന്നു. പിന്നെ ചക്കപ്പുഴുക്കുണ്ട്, അത് ആൾക്കാർ അവിടെ ഓക്കെ. അപ്പൊ അവർ രണ്ടും തന്നെയാണ് ഏറ്റവും കൂടുതൽ പിന്തുണ തരുന്നതും അല്ലേ? അവര് തന്നെയാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും. അതെ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നസീർക്ക, ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട് ഈ വ്ളോഗർ ആയാൽ വീഡിയോ ഇടുന്നതൊക്കെ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് നിങ്ങൾ കാശ് വാങ്ങുകയാണെന്ന്. പക്ഷെ അല്ല, ഇതിന് പിന്നിൽ നല്ല ജോലി ഉണ്ട് എന്നുള്ളത് ഇതിലോട്ട് ഇറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. കാര്യം രാവിലെ തന്നെ നമുക്ക് ഈ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് ചിലപ്പോൾ നമുക്ക് അടുത്തൊന്നും കിട്ടത്തില്ല. നമ്മൾ താമസിക്കുന്ന ചെറിയൊരു അവിടെ ഈ നമ്മൾ കണക്ക് കൊടുക്കുന്ന ഐറ്റങ്ങളൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പൊ ടൗണിൽ പോകണം, അത് മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അയക്കും. ഇതെല്ലാം വെക്കും, ആ സാധനം കുത്തിവെക്കും. പിന്നെ അതിന് വേണ്ടി റെഡിയാക്കി വന്നിട്ട് ശരിക്കും അത് അവതരിപ്പിച്ച് ചിലപ്പോൾ അത് പരാജയപ്പെട്ടു. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചെയ്തു വരാനും ചിലപ്പോൾ കുത്തുന്നു വരത്തില്ല. അങ്ങനെ ആകുമ്പോൾ അത് മൊത്തം എടുത്ത് കളയേണ്ട വരും. കാര്യം ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചെയ്തു വന്നില്ലെങ്കിൽ, കാര്യം ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരെ കാണും, പല സ്വഭാവമുള്ള ആൾക്കാരാണ്. അവർക്ക് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ തന്നെ വേണം അത് അവതരിപ്പിക്കാൻ എന്നുള്ള ഒരു ഇതുകൊണ്ട്. കാര്യം അത്ര ഉണ്ട് ഇതിന്റെ. ഇത്ത ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇത്ത നല്ല കുക്കാണോ? തീർച്ചയായിട്ടും. ചിലതൊക്കെ അറിയാം. എന്നാലും സ്പെഷ്യൽ വിഭവം എന്താണ്? ചിക്കൻ ആണോ മീനാണോ? അങ്ങനെ ചോദിച്ചാല് നമുക്കിപ്പം ഒരേ രീതിയിലുള്ള ഒരു ഫുഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നസീർക്കയ്ക്ക് ഇത്ത ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യമേ തൊട്ട് ഞാൻ ചെയ്തോണ്ടിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി, അതുപോലെ ഫ്രൈഡ് റൈസ്, പിന്നെ നാട്ടില് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള ഡിന്നറുകള്, ഇതൊക്കെയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴും ആ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാ? നാടൻ വിഭവങ്ങളാണോ? തീർച്ചയായിട്ടും നാടൻ. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മറ്റുള്ള ഫുഡ് കഴിക്കാൻ അവർ ഹോട്ടലിലായിരിക്കും. നാടൻ ഫുഡ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡ് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ എന്തായാലും ആ അവാർഡ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ട അവാർഡ് കിട്ടി. അപ്പോ യമ്മി വ്ളോഗർ എന്നുള്ള ഒരു പുരസ്കാരം കിട്ടി. നമ്മുടെ ടെലികാസ്റ്റ് വരുന്നത് അടുത്ത ശനി ഞായറുമാണ്. അപ്പൊ എല്ലാവരോടും കാണാൻ പറയുക.
കുടുംബത്തിനൊപ്പം ഇരുന്ന് കാണുക കേട്ടോ. എത്ര മണിക്കാ വരുന്നത്? അതൊക്കെ നമ്മൾ സമയമൊക്കെ അറിയിക്കാൻ എത്താം. അപ്പൊ എല്ലാരോടും വിളിച്ചു പറയാ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ. ശരി, അപ്പൊ എന്തായാലും നമ്മൾ ഓരോ അതിഥികളെയും ഇനി ന്യൂസ് 18ന്റെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡിന് അർഹരായ ഓരോ അതിഥികളെയും നമ്മൾ പ്രേക്ഷകരിലേക്ക് രാവിലെയിലൂടെ എത്തിക്കാൻ ശ്രമിക്കും. നമ്മൾ ഇനി പോകുന്നത് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വിജയമുറപ്പിച്ച കോൺഗ്രസിൽ നിന്നും വിജയം തട്ടിയെടുത്ത ഹരിയാന മാതൃക മഹാരാഷ്ട്രയിലും പരീക്ഷിച്ച ബി.ജെ.പി. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്ന മേൽക്കൈ ഇതിന്റെ വിജയം കൂടിയായി ബി.ജെ.പി. കണക്കുകൂട്ടുന്നു. എന്നാൽ ഹരിയാന പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തിയ പ്രവർത്തനങ്ങളിലൂടെ ബി.ജെ.പി. വിജയം തടയാനാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. വോട്ടെണ്ണും വരെ ബി.ജെ.പി. ഒഴികെ എല്ലാവരും ഹരിയാനയിൽ കോൺഗ്രസ് വിജയമാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ ബി.ജെ.പി. ക്യാമ്പിലെ ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത്. ഹരിയാനയിൽ കോൺഗ്രസ് ജാട്ട് വോട്ടുകൾക്ക് പിന്നാലെ പോയപ്പോൾ ജാട്ടിതര ജാതി വിഭാഗങ്ങളുടെ വോട്ട് സമാഹരണത്തിലൂടെയാണ് ബി.ജെ.പി. വിജയം നേടിയത്. ജാതി വിഭാഗങ്ങളുടെ ഏകീകരണത്തിലൂടെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനും ബി.ജെ.പിക്കായി. സമാന തന്ത്രമാണ് മഹാരാഷ്ട്രയിലും ബി.ജെ.പി. പയറ്റിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരായ OBC വോട്ടുകളുടെ ഏകീകരണവും സമാഹരണവും ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതലുള്ള നേതാക്കൾ ഏക് ഹേ തോ സേഫ് ഹേ മുദ്രാവാക്യം ആവർത്തിച്ചുയർത്തിയത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു പടി കൂടി കടന്ന് ബാത്തേഗേ തോ കാട്ടേഗേ എന്ന ഹിന്ദു വികാരമുണർത്തുന്ന കടുത്ത വർഗീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. മറാത്ത, ദളിത്, മുസ്ലിം വോട്ടുകൾ ബി.ജെ.പി. വിരുദ്ധ പാളയത്തിലേക്കെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി OBC വോട്ടുകളുടെ സമാഹരണത്തിൽ ശ്രദ്ധയൂന്നി. ക്രീമിലെയർ വരുമാന പരിധി 8 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷമാക്കി ഉയർത്തണമെന്ന ആവശ്യം ഷിൻഡെ സർക്കാർ ഉയർത്തിയതും ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ്. OBC പട്ടികയിൽപ്പെടാത്ത ഉപജാതികളെ OBC പട്ടികയിൽപ്പെടുത്താനുള്ള ശുപാർശയും ഇതേ ലക്ഷ്യത്തിലാണ്. മുസ്ലിം വോട്ട് ബാങ്ക് നിർണായകമായ NCP അജിത് പവാർ വിഭാഗം നവാബ് മാലിക്കിന് സീറ്റ് നൽകിയപ്പോൾ ബി.ജെ.പി. പരസ്യമായി എതിർത്തതും ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തന്നെയാണ്. ബി.ജെ.പിയുടെ ഹരിയാന തന്ത്രം മഹാരാഷ്ട്രയിൽ വിജയിച്ചോ എന്നറിയാൻ ശനിയാഴ്ച വോട്ടെണ്ണും വരെ കാത്തിരിക്കുകയേ വഴിയുള്ളൂ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ജാർഖണ്ഡിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ഒരുപോലെ തള്ളുകയാണ് ബി.ജെ.പിയും ജെ.എം.എമ്മും. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ മികച്ച മാർജിനിൽ ജയിക്കുമെന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. പാടെ തെറ്റിപ്പോയ സമീപകാല എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടി എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ് ജെ.എം.എം. ലോക്സഭയിൽ 400 കടക്കുമെന്ന ബി.ജെ.പി. മുദ്രാവാക്യം കേട്ട് അതിനൊത്ത ഫലം പ്രവചിച്ച ഏജൻസികളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് അവർ. പാർട്ടി നടത്തിയ സർവേ അനുസരിച്ച് 81-ൽ 50-ലധികം സീറ്റ് നേടി ജെ.എം.എം. കോൺഗ്രസ് RJD സഖ്യം അധികാരത്തിലെത്തുമെന്ന് ജെ.എം.എം. നേതാവ് മനോജ് പാണ്ഡെ പറഞ്ഞു. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ്. 77,026 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. മണ്ഡലകാലം തുടങ്ങിയ ആദ്യ ആഴ്ച 4,51,097 തീർത്ഥാടകർ എത്തി. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. വലിയ തിരക്കാണ് ഈ മണ്ഡലകാലത്തിൽ ശബരിമലയിൽ അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ തിരക്ക് എങ്ങനെയാണ്? തീർച്ചയായും ഈ ഭക്തരുടെ എണ്ണം ഓരോ ദിനവും കഴിയും തോറും ശബരിമലയിൽ വർദ്ധിച്ചു വരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഈ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. തീർത്ഥാടനം ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ പ്രതിദിനം സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം 77,026 എത്തിയിരുന്നു. അതായത് 75,000 കഴിഞ്ഞിരിക്കുന്നു. ഇനി 1 ലക്ഷത്തിന് ഏതാണ്ട് 20,000-നടുത്ത ആളുകൾ മാത്രം ഒരു ദിവസം എത്തിയാൽ 1 ലക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. ആദ്യ നട തുറന്ന ദിനത്തിൽ 30,000-ഉം പിന്നീട് വൃശ്ചിക പുലരിൽ 72,656 പേരും എത്തി. പിന്നീടുള്ള ദിവസങ്ങളിൽ 67,000-ഉം 75,000-ഉം എത്തി. പിന്നീട് 64,000-ഉം 63,000-ഉമാണ് എത്തിയത്. അതാണ് ഇപ്പോൾ 77,026 മാറിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം ഇന്ന് വാരാന്ത്യമാണ്. ഈ വാരാന്ത്യ ദിനത്തിലാണ്, പ്രത്യേകിച്ചും ആദ്യ വാരാന്ത്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം 12 വിളക്ക്, അതായത് തീർത്ഥാടനം ആരംഭിച്ച് 12 നാൾ കഴിയുന്ന ഒരു ദിനത്തേക്ക് വരുമ്പോൾ പിന്നീട് ആ ദിവസം മുതൽ സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ്
മുൻ വർഷങ്ങളിലെ കണക്ക് വ്യക്തമാക്കുന്നത്. കാരണം നോമ്പ് പിന്നിട്ട് ഏതാണ്ട് 12 നാളൊക്കെ കഴിയുമ്പോൾ മലയാളികളായ തീർത്ഥാടകരും കൂടുതലായി സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ്, പ്രത്യേകിച്ചും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിനങ്ങളിൽ മലയാളികളായ തീർത്ഥാടകരുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ 7 മണി വരെയുള്ള കണക്കുകളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് 19,583 പേർ ഇതിനകം മല ചവിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഈ സ്പോട്ട് ബുക്കിംഗ് വഴിയും ലൈവ് സ്പോട്ട് ബുക്കിംഗ് വഴിയും ഒക്കെ ഉള്ള ആളുകളുടെ എണ്ണമാണ്. അപ്പോൾ എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇത്ര അധികം ആളുകൾ എത്തുമ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ ഇത് എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും പുലർച്ചെ നട തുറന്നപ്പോൾ മരക്കൂട്ടവും കഴിഞ്ഞ് ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഇപ്പോഴും വലിയ തോതിൽ തന്നെ 18-ാം പടി കടന്ന് ആളുകൾ സന്നിധാനത്തേക്ക് എത്തുന്നു. സന്നിധാനത്തെ നടപ്പന്തലും ഫ്ലൈ ഓവറിലുമൊക്കെ തീർത്ഥാടകർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും നാളെയും മറ്റന്നാളും ഒക്കെ അവധി ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകർ വരും മണിക്കൂറുകളിലും ഇവിടേക്ക് എത്തും. ഒരുപക്ഷെ ഇന്നലെയാണ് ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയെങ്കിൽ ആ കണക്ക് മറികടന്ന് ഇന്നത്തെ തിരക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ശരി, MS അനീഷ് കുമാറാണ് സന്നിധാനത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ്.